ആശാവർക്കർമാരുടെ കൂട്ടുപവാസ സമരം ഇന്ന് നടക്കും. രാവിലെ 10-ന് ഡോക്ടർ പി ഗീത സമരം ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് സംസ്ഥാന തലത്തിൽ കൂട്ട ഉപവാസം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിലും ഹെൽത്ത് സെന്ററുകളിലും വീടുകളിലും സ്ത്രീകൾ ഉപവസിക്കും. പൊതുപ്രവർത്തകരും സമരത്തിന്റെ ഭാഗമാവും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, പ്രതിഷേധം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു. കൂട്ട ഉപവാസമാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര ആശാവർക്കർമാരുടെ സമരം 43-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഈ നിരാഹാര സമരം 5-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. വലിയ ശക്തമായ പ്രതിഷേധം തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ആശമാർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അത് നേടിയെടുക്കുന്നത് വരെ തന്നെ പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ചിരുന്നു. പരമാവധി അവസാന ഘട്ടം വരെ വലിയ ശക്തമായ പോരാട്ടം ഒരുക്കുമെന്ന് ആശമാർ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ അവർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അതായത് ഈ രാപ്പകൽ സമരം 43-ാം ദിവസത്തേക്ക് എത്തി നിൽക്കുന്നു. അതേസമയം തന്നെ നിരാഹാര സമരം 5-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇനി ഉപവാസ സമരം നടത്തുന്നത്. ഉപവാസ സമരം എല്ലാ ജില്ലകളിലും തന്നെ പ്രത്യേകിച്ച് ഈ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലെല്ലാം നടത്തി വരുന്ന ഒരു സാഹചര്യമാണ്. അവിടെ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉപവാസത്തോടൊപ്പം തന്നെ ഇനിയും പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനം രാഷ്ട്രീയ പ്രതിനിധികളടക്കം പലരും പിന്തുണയ്ക്കുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏതായാലും ഈ ആശമാരുടെ പ്രതിഷേധം ഇത് ഇത്രയേറെ ദിവസങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ നൽകേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. മിനിമം കൂലി ഒരു ദിവസം പ്രതിദിനം 700 രൂപ, അതായത് മാസം ഓണറേറിയം 21,000 രൂപയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങളായി തന്നെ ഏകദേശം പെൻഷൻ ആനുകൂല്യങ്ങൾ നിരവധി നൽകേണ്ടത് 21,000 രൂപ മാസ വരുമാനവും അതോടൊപ്പം പെൻഷൻ ആനുകൂല്യം 5 ലക്ഷം രൂപയായി നൽകണം. പ്രത്യേകിച്ചും ആനുകൂല്യങ്ങളും പിന്തുണയും നൽകണമെന്ന് തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത്രത്തോളം ഒരു ശക്തമായ ഒരു പ്രതിഷേധം, അതായത് വനിതകളുടെ ഒരു കൂട്ടായ്മയുടെ പ്രതിഷേധമാണ്. NHM ജീവനക്കാരാണ് ഇവരെല്ലാം. അതോടൊപ്പം സോഷ്യൽ കൺസേണർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സാണ്. ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ ഉയർത്തുക എന്നുള്ള ആവശ്യം തന്നെയാണ്. സർക്കാർ പിന്തുണ നൽകണം. ഇത് LDF സർക്കാരാണോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരായാലും ആരായാലും പിന്തുണ നൽകേണ്ടത് ആവശ്യമാണ്. അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി വരണം എന്ന് തന്നെയാണ്. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിന് തന്നെ തയ്യാറായിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും പ്രതിഷേധം ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ആശാവർക്കർമാരുടെ കാര്യം. ഏതായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും. കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആശമാരുടെ പ്രതിഷേധം അതെ ഇന്ന് ഉപവാസമാണ്, കൂട്ട ഉപവാസമാണ്. ഒന്ന് സമരപ്പന്തലിലുണ്ട്, 2 വിവിധ ജില്ലകളിലുണ്ട്. പിന്നെ ജില്ലകളിലും ഇവിടെയും പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ അവരവരുടെ വീടുകളിൽ അവരവരുടെ സെന്ററുകളിൽ ഉപവസിക്കും. നമ്മൾ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ധാരാളം ആളുകൾ പൊതുസമൂഹം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വനിതകൾ അവരുടെ വീടുകളിൽ ഇന്ന് ഉപവാസം അനുഷ്ഠിക്കും. അതിന്റെ ഉദ്ഘാടനം ഡോക്ടർ പി ഗീത പെരിന്തൽമണ്ണയിലെ അവരുടെ വീട്ടിൽ നിർവഹിക്കും. അപ്പൊ ഏതായാലും ഇനിയും പ്രതിഷേധം പല ഘട്ടങ്ങളിലായി തുടരുമെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും പ്രതിഷേധം തുടരും. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇനി വിളിച്ചിട്ടുണ്ടോ? ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വിളിക്കണമല്ലോ, വിളിക്കും. ആ പ്രതീക്ഷയോടെ തന്നെയാണ്. അതെ ചർച്ചയ്ക്ക് വിളിക്കാൻ ചെയ്യും. ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഈ സർക്കാരിന്റെ കീഴിൽ ഇവിടെ ജീവിക്കുന്ന ആളുകളല്ലേ. സർക്കാരല്ലേ അത് പരിഗണിക്കേണ്ടത്, സർക്കാരല്ലേ വിളിക്കേണ്ടത്. വിളിക്കും. തീർച്ചയായിട്ടും പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഉപവാസമാണ്. വീടുകളിൽ പോലും ഉപവാസം ഇരിക്കുന്നു. അതായത് സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധം തന്നെയാണ്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഈ പ്രതിഷേധം തുടരുന്നത്. ഉപവാസ സമരവുമായി ആശമാർ രംഗത്തുണ്ട്. ഏതായാലും ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, പെൻഷൻ ആനുകൂല്യം അടക്കം നൽകണം എന്നുള്ളൊരു ആവശ്യം ആവർത്തിക്കുകയാണ്. അത് നേടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്. അതിനാ വിഷ്ണു, സമരം ശക്തമാണ്. സമരപന്തലിൽ മാത്രമല്ല ജില്ലാ കേന്ദ്രങ്ങളിലും ഹെൽത്ത് സെന്ററുകളിലും വീടുകളിലും അടക്കം സ്ത്രീകൾ ഉപവാസമിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി കാണാൻ പോകുന്നത്. കൂട്ട ഉപവാസമാണ്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് തന്നെയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ മരണം വരെ സമരം ചെയ്യാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനമല്ലേ?
തീർച്ചയായിട്ടും അവസാന ഘട്ടം വരെയും പ്രതിഷേധം ശക്തമാക്കും. അവരുടെ ആനുകൂല്യങ്ങൾ, അവരാവശ്യപ്പെടുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടാകും. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. ഓരോ ഘട്ടത്തിലും പുതിയ രീതിയിലുള്ള സമരമുറകളുമായി രംഗത്ത് വരികയാണ്. അതേസമയം തന്നെ ആരോഗ്യം പോലും വകവയ്ക്കാതെ നിരവധി പേരാണ് ഇവിടെ നിരാഹാര സമരത്തിന് തയ്യാറായിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും 3 പേർ വെച്ച് നിരാഹാര സമരം ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 5ാം ദിവസമാണ് നിരാഹാര സമരത്തിന്റെ. അതിനുള്ള ഒരു ശക്തമായ പോരാട്ടം, സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്, ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സർക്കാർ ഇനിയൊരു ചർച്ചയ്ക്ക് വിളിക്കും എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ചർച്ചയ്ക്ക് വിളിക്കുന്നതോടെ തന്നെ മറ്റു കാര്യങ്ങൾ സംസാരിക്കും. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പ് നീക്കത്തിലേക്കെങ്കിലും കടക്കാനായുള്ള ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ആശുപാർ ഇപ്പോഴും സമരപന്തലിൽ തുടരുന്നത്. അതിരാ.